ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആമസോണിൽ നിന്നും നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്ന് ലഭിച്ച ബോക്സാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് 1 വീക്ക് കഴിഞ്ഞു. വാങ്ങിച്ചിട്ട് നമ്മൾക്ക് കിട്ടിയ ടൈമിൽ ഞാനിത് അൺബോക്സ് ചെയ്യുമ്പോൾ എടുത്ത വീഡിയോ ആണ്. കണ്ടല്ലോ, ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്. ബോയ BYM1 ആണ് പ്രോഡക്റ്റിൻ്റെ പേര്. മൈക്രോഫോണാണ്. കണ്ടല്ലോ, ഇതിൻ്റെ പുറത്തായിട്ട് ബാക്ക് ഭാഗത്തായിട്ട് ഫീച്ചേഴ്സും അതുപോലെ സ്പെസിഫിക്കേഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ടൈം കിട്ടുമ്പോൾ വായിച്ച് നോക്കാം. ഞാൻ ഇതുപോലെ സാവധാനത്തിലൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. 899 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഈടാക്കിയിരിക്കുന്നത്. ഇതിന് മുകളിലായിട്ട് 1950 രൂപയാണ് കാണിക്കുന്നത്. പക്ഷേ എന്നോട് 899 രൂപയാണ് വാങ്ങിച്ചിരിക്കുന്നത്. കണ്ടല്ലോ, ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തായിട്ട് ഒരു പൗച്ചാണ് കാണാൻ പറ്റുന്നത്. കണ്ടല്ലോ, ഇതുപോലെ ഒരു കുഞ്ഞു ബോക്സിലായിട്ടാണ് മേക്ക് കിട്ടുന്നത്. അതുപോലെ കുറച്ച് പേപ്പേഴ്സും ഉണ്ട്. വേറൊന്നും ഈ ബോക്സിലില്ല. അപ്പോൾ നമുക്ക് ബോക്സ് മാറ്റി വെക്കാം. ഇത് യൂസർ മാനുവലാണ്. ഇതൊക്കെ നമുക്ക് സാവധാനത്തിൽ വായിച്ച് നോക്കാം. പിന്നെ ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. വാറണ്ടിയൊക്കെ കിട്ടുമെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ഈ പൗച്ചിന് പുറത്തായിട്ട് തന്നെ ബോയ BYM1 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് തുറക്കുന്ന ടൈമിൽ തന്നെ ഒരു സിലിക്ക ജെല്ലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതിലൊരു കവറിലായിട്ട് വിൻഷീൽഡ്, പിന്ന്, അതുപോലെ നമുക്ക് മൈക്ക് സെറ്റ് ചെയ്യാനുള്ള ക്ലിപ്പ്, ഒരു കുഞ്ഞു ബാറ്ററി, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൈക്ക്. കണ്ടല്ലോ, ഇനി ഇതിൽ ബാറ്ററിയും അതുപോലെ വിൻഷീൽഡും ക്ലിപ്പൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. ഈ കേബിൾ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള കേബിളാണ്. 6 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ദൂരെ നിന്നുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കാനുള്ള കേബിളുണ്ട്. നമ്മൾ ഫോണ് ദൂരെ വെച്ചിട്ട് നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് ബാറ്ററി സെറ്റ് ചെയ്യേണ്ടത്. ഒറ്റൊരു ബാറ്ററി മാത്രമാണ് ഉള്ളത്. ഇനി നമുക്ക് മൈക്ക് നോക്കാം. വിൻഷീൽഡൊക്കെ ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലിപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിലൊന്ന് സൗണ്ട് കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്നാണ് പറയുന്നതെങ്കിലും അത് അത്രയ്ക്ക് അങ്ങ് എനിക്ക് 100% ഉറപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം ചെറുതായിട്ടൊരു സൗണ്ടൊക്കെ പുറമേ നിന്നുള്ള ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കേൾക്കുന്നില്ലെങ്കിലും ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നോയ്സ് ക്യാൻസലേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിൻ്റെ വോയിസ് ഒന്ന് കേട്ട് നോക്കിയാലോ. ഇപ്പം ഞാൻ നമ്മുടെ പുതിയ മൈക്കിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്ലാരിറ്റി ഇതിനുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടാവും. എന്നാലും നോയ്സ് ക്യാൻസലേഷന് പൂർണ്ണമായിട്ടും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മൈക്കിനേക്കാളൊക്കെ എത്രയോ നല്ലത് തന്നെയാണ് ഇത്. അപ്പോൾ 899 രൂപയാണ് ഇതിന് റേറ്റ് ഈടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് മൊബൈലിന് പുറമെ DSLR അതുപോലെ കമ്പ്യൂട്ടർ ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മൈക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.